ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഖദ് യഅലമുല്ലാഹുൽ മുഅവ്വിഖീന മിൻകും വൽ ഖായിലീന ലിഇഖ്വാനിഹിം ഹലുമ്മ ഇലൈന അല്ലേ എന്നാണ് പറഞ്ഞത്. വലാ യഅ്തൂനൽ ബഅസ ഇല്ലാ ഖലീല. അവിടെ നമ്മൾ പറഞ്ഞു ഈ ഖന്തഖ് യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ മുടക്കികളായ കുറേ ആളുകളുണ്ടായിരുന്നു. വളരെ നിർണായകമായൊരു സമയം, എല്ലാ ആളുകളുടെയും സാന്നിധ്യം അനിവാര്യമായൊരു ഘട്ടം. അപ്പം അവിടെ നിസ്ലാസൽ മതങ്ങളോടൊപ്പം ശത്രുക്കളെ അപേക്ഷിച്ചിട്ട് 1/3 ആളുകളുള്ളത്. ശത്രുക്കളുടെ 1/1 കുറവാണ്. അവിടെ 10,000 ആളുകളല്ല, ഇവിടെ 3000 ആളുകൾ. അതിൽ നിന്ന് ആളുകളെ എന്ത് ചെയ്യാൻ മുടക്കുക, നിസ്ലാസൽ മതങ്ങളോടൊപ്പം നിന്നിട്ട് മുടക്കുക. അപ്പോൾ അവരെക്കുറിച്ചാണ് പറയുന്നത്. ഖദ് യഅലമുല്ലാഹുൽ മുഅവ്വിഖീന മിൻകും വൽ ഖായിലീന ലിഇഖ്വാനിഹിം ഹലുമ്മ ഇലൈന. സഹോദരങ്ങളോട് ഞങ്ങളുടെ അടുക്കലേക്ക് വരൂ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞില്ലേ. ഒരു വ്യക്തി തൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ സഹോദരൻ ഭക്ഷണം കഴിക്കുകയാണ്, അടിപൊളി ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധമുഖത്ത് ആയുധങ്ങൾക്കിടയിൽ നിങ്ങളിവിടെ ഭക്ഷണം കഴിക്കണം എന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് മുനാഫിക്കാണ്, തിന്നണോ? അപ്പോൾ സഹോദരനോട് പറയണ ഹലുമ്മയിലെ വരൂ നമുക്ക് ഒന്നിച്ച് തിന്നാം എന്ന് പറഞ്ഞ് ആ വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ വലാ യഅ്തൂനൽ ബഅസ ഇല്ലാ ഖലീല നമ്മൾ പറഞ്ഞു. വലാ യഅ്തൂനൽ ബഅസ്, അവർ യുദ്ധത്തിലേക്ക് വരികയില്ല, ഇല്ലാ ഖലീല. ബഅസ് എന്ന് പറഞ്ഞെങ്കിൽ അവിടെ അൽ ഹർബ്, യുദ്ധം. അവിടെ എന്തുകൊണ്ടാണ് വളരെ ഇല്ല ഖലീല എന്ന് പറഞ്ഞത്? ചിലപ്പോൾ അവർ വരും എന്നുള്ളതാണ്. അത് ഇപ്പോൾ ചില ആളുകളുണ്ടല്ലോ, ഒരു പ്രോഗ്രാമിനോ മറ്റു പരിപാടികൾക്കൊക്കെ, അല്ലെങ്കിൽ ചില സ്ഥലത്തൊന്നും നമ്മളൊന്നും അവിടെ പോയി മുഖം കാണിച്ചില്ലെങ്കിൽ എന്ന് പറയില്ലേ. അപ്പോൾ എന്തെങ്കിലും പരിപാടി തുടങ്ങുന്ന സമയത്തൊന്ന് വന്നിട്ട് മുഖം കാണിക്കും, പിന്നെ ഒരു മുങ്ങും. പിന്നെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു സമയം, ഇപ്പോൾ കല്യാണത്തിനൊക്കെ അങ്ങനെയാണ്, കല്യാണ തലേന്നൊന്ന് വന്നിട്ട് ഞാനിവിടെ ഉണ്ട് എന്നുള്ളത് അറിയിക്കും. പിന്നെ പുതിയാപ്പിള വരുന്ന സമയത്തൊക്കെ അവിടെ നിന്ന് ഉണ്ടല്ലോ. അതാണ് അത് ഈ മുനാഫിഖിൻ്റെ പ്രവണതയാണത്. അതാണ് വലാ യഅ്തൂനൽ ബഅസ ഇല്ലാ ഖലീല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രയോഗം നോക്കി നിങ്ങൾ, അത് കൃത്യമാണ്. വളരെ കുറച്ച് അവർ യുദ്ധ രംഗത്ത് വരികയുള്ളൂ. ഇവിടെ മുനാഫിക്കുകൾ ചെയ്തത് അങ്ങനെയാണ്. അന്ന് വറുതിയാണ്, പട്ടിണിയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സമയങ്ങളിൽ ഖന്തക്കിൻ്റെ പരിസരത്ത് ഭക്ഷണം വിളമ്പുന്ന ചില സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വരും. പിന്നൊക്കെ എല്ലാവരും എന്താണ്, ഓരോരുത്തരും കിടങ്ങ് കുഴിച്ചു അവിടെ ഇവിടങ്ങളിലാണ്. അപ്പോൾ ഒരു മുങ്ങും. കാരണം നിസ്ലാസൽ മതങ്ങളുടെ സാന്നിധ്യമല്ല. പിന്നെ നിസ്ലാസൽ മതങ്ങളുടെ സാന്നിധ്യത്തിൽ എല്ലാവരും വരുന്നത് എപ്പോഴാണ്? ഈ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ വലുത് അറിഞ്ഞിട്ട് അവർ വരും അത് തിന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരുടെ മുഖം കാണിച്ചു പോകുന്നുള്ളത്. അതാണ് വലാ യഅ്തൂനൽ ബഅസ ഇല്ലാ ഖലീല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ കാരണം അതാണ്. ആ പരിപാടി അത് മുനാഫിഖിൻ്റേതാണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അശിഹ്ഹതൻ അലൈക്കും ഫഇദാ ജാഅൽ ഖൗഫു റഅയ്തഹും യൻദുറൂന ഇലൈക തദൂറു അഅ്യുനുഹും കല്ലദീ യുഗ്ശാ അലൈഹി മിനൽ മൗത്ത് ഫഇദാ ദഹബൽ ഖൗഫു സലഖൂകും ബിഅൽസിനത്തിൻ ഹിദാദിൻ അശിഹ്ഹതൻ അലൽ ഖൈർ ഉലൈക ലം യുഅ്മിനൂ ഫഅഹ്ബതല്ലാഹു അഅമാലഹും വകാന ദാലിക അലല്ലാഹി യസീറ. കപട വിശ്വാസികളങ്ങോട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് തൊലി ഉരിക്കുകയാണ്. അശിഹ്ഹതൻ അലൈക്കും. എന്താ അശിഹ്ഹതൻ? നിങ്ങൾക്ക് നേരെ പിശുക്കുള്ളവരായി. ഷഹീഹ് എന്നാണ് ഷഹീഹ്, ഷുഹിൽ നിന്നാണ് ഷിഹത്ത് വരുന്നത്. അഷുഹ് ഇത് നമ്മൾക്ക് ഇവിടെ വന്ന അഷുഹ് മുമ്പ് അഷുഹ് വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അഷുഹ് ഷഹീഹ് എന്ന് പറയും. ഷഹീഹ് എന്ന് പറഞ്ഞാൽ അതിന് ബഹുവചന അഷിഹത്ത്. ഷിദ്ദത്തുൽ ബുഖൽ, പിശുക്കിൻ്റെ പാരമ്യം, അതാണ് ഷുഹ്. പിശുക്ക് എന്താ? നബി മതങ്ങൾ പറഞ്ഞത് അയ്യുദായിൻ അദ്വാ മിനൽ ബുഖൽ എന്നാണ്. പിശുക്കിനേക്കാൾ വലിയ രോഗം എന്താണെന്നാണ് ചോദിച്ചത്. ഒരു സ്ത്രീയെക്കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ് ഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമത്തുൻ ഇല്ല അന്നഫിഹ ബുഖുലുൻ എന്നാണ്. ഒരു സ്ത്രീ അവർ സവ്വാമത്താണ്, പകലൊക്കെ നോമ്പ,
ഖവ്വാമത്ത്, രാത്രിയൊക്കെ നിസ്കാരം. പക്ഷേ ഇല്ല അന്ന ഫിഹാ ബുഖുലുൻ, ഒരു നേരിയ പിശുക്ക് മുപ്പത്തി ഇരിക്കുന്നുണ്ട്, നേരിയൊരു പിശുക്കുണ്ടെന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഫമ ഖൈറുഹ ഇദൻ, എങ്കിൽ അവരിൽ പിന്നെ എന്തൊരു നന്മ. ആ മഹദിയെക്കുറിച്ച് പറഞ്ഞത് എങ്കിൽ അവരിൽ എന്തൊരു നന്മയാണുള്ളതെന്ന് വെച്ച് പറയുമ്പോൾ ഇത് സവ്വാമത്താണ്, ഖവ്വാമത്താണ്, നോമ്പാണ്, നിസ്കാരമാണ്. പക്ഷേ നേരിയ പിശുക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എങ്കിൽ അവർക്ക് എന്തൊരു ഖൈറാണുള്ളത്. പിശുക്ക് ഭയങ്കര അല്ലേ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ജിദ്ദ് ബിൻ ഖൈസിനെ ബനൂ സലമയുടെ നേതൃത്വത്തിൽ നിന്ന് മാറ്റാൻ കാരണം എന്താ? ബനൂ സലമയെ സന്ദർശിക്കുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങളുടെ നേതാവ് ആരാണ്? പറഞ്ഞു ജിദ്ദ് ബിൻ ഖൈസ്. ജിദ്ദ് ബിൻ ഖൈസാണ് അയാൾക്ക് പിശുക്കുള്ളതോടൊപ്പം, അതാണ് പറഞ്ഞത് അവർ പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് പിശുക്കന് ഒരിക്കലും നേതാവാകാൻ പറ്റില്ല, മാറ്റാൻ പറഞ്ഞു. എന്നിട്ട് റസൂലുള്ള ഒന്നുകിൽ അംർ ബിൻ ജമൂഹനെ, അല്ലെങ്കിൽ പിന്നെ ബിശ്ർ ബിൻ മഅറൂർ, അല്ലെങ്കിൽ അൽ ബറാ ബിൻ ബിശ്ർ ബിൻ മഅറൂർ, അങ്ങനെ ഒരാളെ നിശ്ചയിച്ചു എന്നുള്ളതാണ്. അംർ ബിൻ ജമൂഹനെ നിശ്ചയിച്ചു എന്നുള്ളതാണ് കൂടുതൽ ബലം. ഏതായാലും അതാണ് ബുഖൽ. ബുഖൽ ഇസ്ലാമിൽ വളരെ വർജിതമായിട്ടുള്ളൊരു സ്വഭാവമാണ്. അതിൻ്റെ അതിന് സീഹത്തിന് ബാലകല്ല, അത് പറയുമില്ല, അത് വ്യാകരണ പ്രകാരം ശരിയാവില്ല. അതിൻ്റെ തീവ്രത അതാണ് ഷുഹ്. ഒരു സംഗതി കിട്ടുന്നതിന് മുമ്പ് ഒരാൾ ഷഹീഹായിരിക്കും, ഈ സ്വഭാവം ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ കാക്കട്ടെ. കിട്ടിയതിന് ശേഷം ഒരാൾ ബഖീലായിരിക്കും. അപ്പോൾ ഇതിലുണ്ടല്ലോ, ഇതിന് ഒരു ആർത്തി എന്നും കൂടി അർത്ഥമുണ്ട്. ഷഹീഹ് എന്നുള്ളതിന് ആർത്തി എന്ന അർത്ഥമുണ്ട്. ആർത്തിക്കാരന് പിശുക്കനായിരിക്കും. കിട്ടാൻ ആർത്തി, കിട്ടിയാൽ പിശുക്ക്. കിട്ടാൻ ഷുഹ്, കിട്ടിക്കഴിഞ്ഞാൽ ബുഖ്ല്. ഷഹീഹിൻ്റെ സമറത്താണ് ബഖീൽ. ഷുഹിൻ്റെ സമറത്ത്, ഒരാൾക്ക് ഷുഹ് എന്ന ദുർഗുണമുണ്ട്, അതിൻ്റെ ഫലമാണ് ബുഖൽ. അതാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഇബ്നുൽ ഖയ്യിമിൻ്റെ പ്രയോഗം വളരെ സൂക്ഷ്മമാണ്. അദ്ദേഹമാണ് ഷിദ്ദത്തുൽ ബുഖൽ അലശൈ, ഒരു സംഗതിക്ക് നേരെയുള്ള ഒരാളുടെ ലുബ്ധത, പിശുക്ക്, അതിൻ്റെ തീവ്രഭാവമാണ് ഇത് ഷുഹ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഷുഹുള്ളവരെന്ത് ചെയ്യും? ഒരു സംഗതി കിട്ടാൻ വേണ്ടിയിട്ട് അലച്ച വെക്കും, ഏതറ്റം വരെയും പോകും കിട്ടാൻ വേണ്ടി, തനിക്കാക്കാൻ വേണ്ടിയിട്ട്. തനിക്കായി കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് അതിൻ്റെ ഏറിയത്തൂടി വയ്യെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ അത്ര ലുബ്ധനായിരിക്കും, പിശുക്കനായിരിക്കും. അതാണ് ഷഹീഹ് ഭയങ്കര ആർത്തിക്കാരനായിരിക്കും. അതെന്തുകൊണ്ടാണ്? ഒരു സംഗതി തനിക്ക് ആക്കാൻ വേണ്ടിയിട്ട്. തനിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അയാൾ ബഖീലുമായിരിക്കും. അതുകൊണ്ടാണ് വമൻ യൂഖ ശുഹ നഫ്സിഹി, തൻ്റെ നഫ്സിൻ്റെ ഷുഹിനെ ഒരാൾ സൂക്ഷിച്ചാൽ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ, അവർ മാത്രമാണ് വിജയികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. കാരണം ഇത് മനുഷ്യ സ്വഭാവത്തിൽ, മനുഷ്യ പ്രകൃതിയിൽ, ചില മനുഷ്യന്മാരുടെ പ്രകൃതിയിൽ രൂഢമൂലമായ ഒരു സ്വഭാവമാണ് തനിക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ആർത്തി. തനിക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ആർത്തി, ആ ആർത്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ആ മനുഷ്യനായിട്ട് ബഖീലുമായി, പിശുക്കനുമായി. അതുകൊണ്ടാണ് പറഞ്ഞത് ആ ഷുഹിനെ നിങ്ങൾ സൂക്ഷിക്കണം, വല്ലവനെ സൂക്ഷിച്ചാൽ അവന് വിജയിയാണെന്ന് പറഞ്ഞത്. ഏതായാലും ഇവിടെ അഷിഹത്തൻ അലൈക്കും, മുസ്തഫ ലൂത്തുഫി അൽ മംഫലൂത്തി, അറിയപ്പെട്ടൊരു ഈജിപ്ഷ്യൻ എഴുത്തുകാരനാണ്, ഭയങ്കര ഒരു പണ്ഡിതനുമാണ്. അദ്ദേഹം ഷഹീഹിനെയും ബഖീലിനെയും പറയുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ഷഹീഹ് ആരാണ്, ബഖീൽ ആരാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ചിത്രീകരണമാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും മക്കളും ഇതിൻ്റെ അയൽവാസിയാണെന്ന് നോക്കുക. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും മക്കളും ഇതിൻ്റെ അയൽവാസിയാണ് എങ്കിൽ, ബഖീലിന് ഷഹീഹിൻ്റെ അയൽവാസിയാണ് എങ്കിൽ, വിശപ്പ് കാരണത്താൽ ആ വീട്ടിൽ നിന്ന് കരച്ചിൽ ഉയരുകയാണ്. ആരുടെ കരച്ചിൽ? അവരുടെ മക്കളുടെ കരച്ചിൽ ഉയരുകയാണ് എങ്കിൽ ആ കരച്ചിൽ കേട്ട് ഒന്ന് മനസ്സലിഞ്ഞ് വല്ലതും കൊടുക്കാൻ മനസ്സ് ഇല്ലാതെ പിശുക്കുന്നവനാണ് ബഖീൽ. പക്ഷെ അവനെന്ത് ചെയ്യും? ആ കരച്ചിൽ കേൾക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് തൻ്റെ വിരൽ ചുവട്ടിൽ വെച്ചിട്ട് ഒന്നും കൊടുക്കൂല, എന്നാലോ ആ കരച്ചിൽ കേൾക്കണ്ട എന്ന് വിചാരിച്ചിട്ട് വിരൽ ചുവട്ടിൽ വെക്കും. അതാണ് ബഖീൽ. ഷഹീഹ് കൊടുക്കൂല, ആ കരച്ചിൽ കേൾക്കണം വിചാരിച്ചിട്ട് ആ വിരൽ പോലെ ഒന്ന് ചുവട്ടിൽ വെക്കൂല. അതിനുള്ള ഔദാര്യ മനസ്ഥിതി പോലും ആ പിന്നെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ മക്കളാണല്ലോ, അവരുടെ കരച്ചിലാണല്ലോ ഈ കേൾക്കണം. അത് കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വിരൽ പോലും വെക്കൂല എവിടേക്ക്? ചുവട്ടിലേക്ക്. ആര്? ഷഹീഹ്. പറഞ്ഞെങ്കിൽ ബഖീലും ഷഹീഹും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. രണ്ടും നാറിത്തരാണ്, പക്ഷേ ഒന്നൊന്നിനേക്കാൾ തീവ്രമാണെന്നാണ് മുസ്തഫ ലുത്ഫി അൽ മംഫലൂത്തി അദ്ദേഹത്തിന് അൻ-നബ്റാത്ത് എന്ന് പറയുന്ന കിതാബിൽ, ഒരു സുന്ദരമായ രചനയാണ്, അതിൽ പറയുന്നത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഓരത്ത് നിന്ന് ഇപ്പണി ചെയ്ത ആളുകളെ കുറിച്ച് പറയുന്നത് അഷിഹത്തൻ അലൈക്കും എന്നാണ്. നിങ്ങൾക്ക് നേരെ അവർ അഷിഹത്താണ് എന്ന് പറഞ്ഞെങ്കിൽ
6 പിശുക്കന്മാരും ആർത്തി പണ്ടാരങ്ങളുമാണ്. എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അശിഹത്തൻ അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ശാരീരിക ശേഷിയുണ്ട്, അവർക്ക് സമ്പത്തുണ്ട്. അത് വിനിയോഗിക്കേണ്ട ഈ ഒരു അത്യാസന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിൽ അവരായിരിക്കുക. അവർ റസൂലുള്ളാഹിൻ്റെ വയറ്റത്തിൽ കല്ല് വെച്ച് കെട്ടിയത് അവർ കാണില്ലേ? ഈ സഹാബികളൊക്കെ ഇങ്ങനെ പട്ടിണി പാവങ്ങളായിട്ട് അവർ കാണില്ലേ? പക്ഷേ എന്തെങ്കിലും ഒന്ന് ചെലവഴിക്കുകയോ കൂടെ നിന്നൊന്ന് അധ്വാനിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അവരെക്കുറിച്ച് പറഞ്ഞത്, കപടന്മാരെ കുറിച്ച് പറഞ്ഞത് അശിഹത്തൻ അലൈക്കും. നിങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരിൽ അവരെന്താണ്? അശിഹത്താണ്, ആർത്തിയുള്ളവരും അങ്ങേയറ്റം പിശുക്കന്മാരുമാണ്. പിന്നെ പറയാണ് ഫഇദാ ജാഅൽ ഖൗഫു റഅയ്തഹും യൻദുറൂന ഇലൈക തദൂറു അഅ്യുനുഹും കല്ലദീ യുഗ്ശാ അലൈഹി മിനൽ മൗത്ത്. ഫഇദാ ജാഅൽ ഖൗഫ്, അൽ ഖൗഫ് എന്നാൽ ഖൗഫ് എന്ന് പറഞ്ഞാൽ പേടിയാണ്. ഇവിടെ അൽ ഖൗഫ് എന്ന് പറഞ്ഞാൽ യുദ്ധം നിമിത്തമുള്ള പേടി, യുദ്ധഭീതി വന്നാൽ ഫഇദാ ജാഅൽ ഖൗഫ് റഅയ്തഹും അവരെ താങ്കൾക്ക് കാണാം, റഅയ്തഹും അവരെ കാണാം താങ്കൾക്ക്, യൻദുറൂന ഇലൈക അവർ താങ്കളിലേക്ക് നോക്കുന്നു, യൻദുറൂനയിലേക്ക് അവർ താങ്കളിലേക്ക് നോക്കുന്നു, തദൂറു അഅ്യുനുഹും അവരുടെ കണ്ണുകൾ കറങ്ങുന്നു, അവരുടെ കണ്ണുകൾ കറങ്ങുന്നു, കല്ലദീ യുഗ്ശാ അലൈഹി മിനൽ മൗത്ത്, കല്ലദീ യാതൊരുവനെ പോലെ, യുഗ്ശാ അലൈഹി ആ യാതൊരുവൻ്റെ വിഷയത്തിൽ, യാതൊരുവന് യുഗ്ശാ അല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോധം പോവുക, ബോധക്ഷയം സംഭവിക്കുക, അതാണ് യുഗ്ശാ അലൈഹി. ഗശിയ അല എന്ന് പറയും ബോധം പോകുന്നതിന്. ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണവേളയിൽ ഫലമ്മഷ്തഖ ഇസ്തഖ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദീനം വന്നു. വഹദറൽ ഖബ്ദു, ഹദറൽ ഖബ്ദ് എന്ന് റസൂലുള്ളാഹിന്റെ റൂഹിനെ പിടിക്കാനുള്ള ടൈം എടുത്തു. അപ്പോൾ ഗുശിയ അലൈഹി ആണ്, ഗുശിയ അലൈഹി എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബോധം നഷ്ടമായി എന്നാണ്, ബോധം പോയി ആണ് ഗുശിയ അലൈഹി. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു തആല എന്നെ പറയുന്നത് ഫഅഖത്തു യദഹു സുമ്മ മറർത്തുഹു അലാ സദ്രിഹി, റസൂലുള്ളാഹിൻ്റെ കൈ ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്തു? മറർത്തുഹ അലാ സദ്രി, റസൂലുള്ളാഹിൻ്റെ നെഞ്ചിൽ ആ കൈ ഞാനിങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് പിന്നെ ഞാനിങ്ങനെ ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിരുന്ന അദ്ഹിബിൽ ബഅ്സ റബ്ബന്നാസ് എന്ന ദുആ ഞാനിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. അത് അവിടെ ആ സന്ദർഭത്തിൽ പറഞ്ഞത് ഗുശിയ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബോധം പോയി എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ. അതാണ് ഇവിടെ ഉദ്ദേശം. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഈ സംസം കിണറിനെ പരിപാലിക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. അബൂ താലിബ് സംസം കിണർ പരിപാലിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സഹായിക്കുന്നുണ്ട്, കുട്ടിയായിരിക്കെ ചെറുപ്പത്തിൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്ല് ചുമന്ന് കൊണ്ടുവന്ന് കൊടുക്കണം ഈ കിണർ ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുണി അയച്ചിട്ട് തെരിക വെച്ചിട്ട് കല്ലേറ്റിയതാണ്. അപ്പോൾ ഹദീസിൽ കാണാം ഫഗുശിയ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധം കെട്ടു വീണു തുണി അയച്ചപ്പോൾ. അപ്പോൾ ആളുകൾ വന്നിട്ട് പറഞ്ഞു അബൂ താലിബിനോട്, അബൂ താലിബ് അദ്രിക് ഇബ്നക്, താങ്കളുടെ മകനെ ചെന്ന് കാണാൻ പറയണം, കാരണം അദ്ദേഹത്തിന് ബോധം പോയിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ അബൂ താലിബ് ഓടി വന്ന് അപ്പോഴത്തേക്ക് റസൂലുള്ളാഹിക്ക് ബോധം വന്ന്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ തുണി അഴിച്ചിട്ട് തിരികെ വെച്ചപ്പോൾ എനിക്ക് വെളുത്ത വസ്ത്രത്തിൽ ഒരാൾ വന്നു, അതൊക്കെ റസൂലുള്ളാഹി പറയുന്നുണ്ട്. എന്നിട്ട് ഉസ്തുർ ഔറത്തക്, ഔറത്ത് മറക്കൂ എന്ന് പറഞ്ഞു. അത് ഒക്കെ പറയാണ്. ബോധം ഉണർന്നപ്പോൾ എന്ന് പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. പിന്നീട് ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔറത്ത് വെളിപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹിയിൽ നിന്ന് ആദ്യം കിട്ടിയത് അല്ലെങ്കിൽ നുബുവത്തിൽ നിന്ന് ആദ്യം കിട്ടിയ ഒരു വിഷയം ഇതാണ് എന്ന് പറയുന്നുണ്ട്. ഏതായാലും അവിടെ ഈ ഉഷിയ അലൈഹി, യുഷ അലൈഹി എന്നൊക്കെ പറഞ്ഞെങ്കിൽ ബോധം പോകുന്നതിനാണ് പറയാം. പിന്നെ കല്ലദീ യുഷ അലൈഹി മിനൽ മൗത്ത്, മരണത്താൽ ബോധം നഷ്ടപ്പെട്ട ഒരുവനെ പോലെ. അതാണ് പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മരണാസന്നമായപ്പോൾ എന്തുണ്ടായി? ബോധം പോണ അവസ്ഥ ഉണ്ടായില്ലേ? മരണവേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കട്ടെ. കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മളൊരു സുഹൃത്ത് അദ്ദേഹം ആലുവയിൽ ഉള്ള വ്യക്തിയാണ്, ശ്രീമൂല നഗരം, ഷിഹാബ് സലാഹി എന്ന് പറയും. ഞാനും അദ്ദേഹവും 5 വർഷം തുടർച്ചയായിരുന്നു പഠിച്ചാണ്. ഞങ്ങൾ ഒന്നിച്ച് ഒരിക്കലും വേർപിരിഞ്ഞിട്ടില്ല. എൻ്റെ സൈഡിലാണ് പരിചയിക്കുക. ഒരു ബെഞ്ചിൽ
അടുത്ത് 5 വർഷം പെട്ടെന്ന് അറ്റാക്കായിട്ട് മരിച്ചു. ഷാർജയിലായിരുന്നു അദ്ദേഹം. ഞാനൊരു പ്രോഗ്രാമിന് പോയപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു ഷാർജയിൽ. റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹു മഗ്ഫിറഹു വറഹ്മഹു വഅഫി വഅഫു അൻഹു. നല്ല സുഹൃത്തായിരുന്നു. മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്നെ ഓർത്താണ്. പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ മരണം വന്നത്, ചെറുപ്രായത്തിൽ. അല്ലാഹു മഗ്ഫിറഹു വറഹ്മഹു റഹിമഹുല്ലാഹ്. മരണം നിമിത്തം ബോധക്ഷയമേൽക്കുന്ന ഒരു വ്യക്തിയെപ്പോലെ അവർ ഭീതിയിൽ, പേടിയിൽ, കണ്ണ് എന്താ അയ്യനും അവരുടെ കണ്ണ് അതെന്താ തെതൂറു എന്നാണ്, ഇങ്ങനെ കറങ്ങുന്നു എന്നാണ്. പേടിയുടെ ആധിക്യം കാരണത്താൽ കണ്ണ് കറങ്ങുമോ? കണ്ണ് കറങ്ങൂല. പക്ഷെ പിന്നെന്താ, കണ്ണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ ചുറ്റുഭാഗങ്ങളിലേക്ക് നോക്കും, ദൃഷ്ടി പായിക്കും. ഇവിടെ ഫൈദാജ, ഈ കപടവിശ്വാസികളുടെ ധീരത പറയാണ്, എന്താ അവരുടെ ധൈര്യം എന്ന് പറയാണ്. ഫൈദാജ അൽ ഖൗഫു, യുദ്ധഭയം വന്നാൽ. ഇവിടെ ഖൗഫ് എന്ന് പറഞ്ഞാൽ കേവലം പേടിയല്ല, പിന്നെയോ അൽ ഖൗഫ്, യുദ്ധം നിമിത്തമുള്ള പേടി വന്നാൽ റഅയ്തഹും, അവരെ താങ്കൾക്ക് കാണാം, യൻദുറൂന ഇലൈക, താങ്കളുടെ നേരെ അവരിങ്ങനെ നോക്കുന്നു, തദൂറു അയുനുഹും, അവരുടെ കണ്ണുകൾ ഇങ്ങനെ ചുറ്റിക്കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കുകയാണ് അവർ. പക്ഷെ അവരുടെ കണ്ണൊക്കെ എന്താണ് 4 ഭാഗത്തേക്കാണ്. അവിടുന്ന് വരുന്നുണ്ടോ, ഇവിടുന്ന് വരുന്നുണ്ടോ, മുകളിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോ എന്നുള്ളതൊക്കെ പേടി. അതാണ് ആ കണ്ണിൻ്റെ കറക്ക കണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്താ? കല്ലദീ യുഗ്ഷ അലൈഹി മിനൽ മൗത്ത്, മരണം കാരണത്താൽ ബോധം പോയ ആളുടെ അവസ്ഥയാണ്. അതുപോലെയാണ് അവർ നോക്കുന്നത് എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കപട സ്വഭാവമുള്ളവരെ വളരെയധികം ശക്തമായിട്ട് എന്ത് ചെയ്തത് ചികിത്സിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. കാരണം അതൊരു വലിയ അപകടം പിടിച്ചൊരു അസുഖമാണ് എന്നതിനാൽ. എന്നിട്ട് പറയണേ ഫൈദാ ദഹബൽ ഖൗഫു, ഫൈദാ ദഹബൽ ഖൗഫു, ഈ പേടി പോയാൽ, ഈ പേടി യുദ്ധപ്പേടി പോയാൽ, സലകൂക്കും ബി അൽസിനത്തിൻ ഹിദാദ്, സലകൂക്കും, അവർ നിങ്ങൾക്ക് നേരെ ശബ്ദമുയർത്തും. സലകൂക്കും. അവിടെ ഈ സലക്ക എന്നാണ് ക്രിയ. സലക്ക എന്നുള്ള ക്രിയ സലക്ക എന്ന ക്രിയൻ്റെ അർത്ഥത്തിലും സലഹ എന്ന ക്രിയൻ്റെ അർത്ഥത്തിലും വരും. സലഹ എന്ന് പറഞ്ഞാൽ തോലുരിക്കണീനെ പറയാം. മസലഹ് അല്ലേ, ആടിനൊക്കെ അർത്ഥമുണ്ടെങ്കിൽ മസലഹിൽ പോവില്ലേ, തോലുരിക്കുക. സലക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശബ്ദം ഉയർത്തുക, ഉറക്കനെ ഒച്ചത്തിൽ വർത്താനം പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അന ബരീഉം മിൻ കുല്ലി സാലിഖത്തിൻ ഖാരിഖത്തിൻ ഷാഖത്തിൻ എന്നൊക്കെ പറയില്ലേ, ഞാൻ എല്ലാ സാലിഖയിൽ നിന്നും, ചില നിവേദനങ്ങളിൽ സാലിഖയിൽ നിന്നും, സാലിഖ, ചിലതിൽ സാലിഖ, ഒക്കെ ഒരു അർത്ഥത്തിലാണ്. വിശ്വാസങ്ങൾ പറയാണ് അനബരീ ഉൻ, ഞാൻ ഒഴിവാണ്, നിരുത്തരവാദിയാണ്, മിൻകുല്ലി സാലിഖത്തിൻ, എല്ലാ ശബ്ദമുയർത്തുന്ന പെണ്ണിൽ നിന്നും, അതേപോലെ തന്നെ ഷാഖത്തിൻ, മാറ് പിളർക്കുന്ന പെണ്ണിൽ നിന്നും, അതേപോലെ തന്നെ ഖാരിഖത്തിൻ, വസ്ത്രം കീറുന്ന സ്ത്രീകളിൽ നിന്നും ഞാൻ ബരിയാണെന്ന് പറയുന്നത്. ഏത് സ്ത്രീകളാണ് ഈ സ്ത്രീ? മരിച്ചെടുത്ത് ഒച്ച വെച്ച് കരയുന്ന സ്ത്രീകൾ, അതാണ് പക്ഷേ മരിച്ചെടുത്ത് കരയുന്ന സ്ത്രീകൾ. അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു മരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇത് പറയുന്നുണ്ട്. മരിക്കാനായപ്പോൾ ഞാൻ പിന്നെ എല്ലാ ഇത്തരം സ്വഭാവമുള്ള സ്ത്രീകളിൽ നിന്ന് ഒഴിവാണെന്ന് പറയാം. അപ്പോൾ ആളുകൾ ചോദിക്കാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പറയുന്നത് റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, മരിക്കുന്നിടത്ത് കരയുന്ന സ്ത്രീകൾ അവരിൽ നിന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാണ്. അവർ റസൂലുള്ളാഹിൻ്റെ സുന്നത്തിലോ ആദർശത്തിലോ അല്ല എന്ന അർത്ഥത്തിൽ. അവിടെ സാലിഖത്ത്, മിൻകുല്ലി സാലിഖത്തിൻ എന്നുകൊണ്ട് സ്വാലിഖത്തിൻ എന്ന് നിവേദനമുണ്ട്. ഒച്ചത്തിൽ കരയുക, ഒച്ച ഉയർത്തുക. അതേപോലെ തന്നെ സലഹ എന്ന അർത്ഥത്തിലും ഈ സലഖ പ്രയോഗിക്കുക. ഇവിടെ നോക്കി നിങ്ങൾ, ഫൈദ ദഹബൽ ഖൗഫ്, യുദ്ധപ്പേടി പോയാൽ, യുദ്ധമില്ലാത്ത അവസ്ഥ അതായാൽ, സലഖൂക്കും, അവർ നിങ്ങളോട് ബഹളം വെക്കും, ഒച്ച വെക്കും, ബി അൽസിനത്തിൻ ഹിദാദിൻ, ഹിദാദായ അൽസിന, അൽസിന എന്ന് പറഞ്ഞാൽ ലിസാനിൻ്റെ ഭോജനം, നാവുകൾ, അൽസിനത്ത്, ലിസാൻ അൽസിനത്ത്, നാവുകൾ. ഹിദാദ് എന്ന് പറഞ്ഞാൽ ഹദീദ്, ഹദീദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പല്ലേ, മൂർച്ചയുള്ള വസ്തുവിനും ഹദീദ് പറയും. ഹദീദ് എന്നതിൻ്റെ ഭോജനാണ് ഹിദാദ്. മൂർച്ചയുള്ള നാവ് കൊണ്ട് അവർ നിങ്ങൾക്ക് നേരെ ഒച്ച വെക്കും. സലക്കൂക്കും ബി അൽസിനത്തിൻ ഹിദാദ്, എന്തായിരിക്കും ഒച്ച വെക്കുക?
യുദ്ധപ്പേടിയാണ് എങ്കിൽ അവർ ബോധം പോയ കാര്യമാണ്. ഒരു മുണ്ടാട്ടമില്ലൊരു പ്രശ്നമില്ല, അവരിങ്ങനെ ബേജാറിൽ ഇങ്ങനെയാണ്. പക്ഷേ യുദ്ധപ്പേടി ഇല്ലെങ്കിൽ അവർക്ക് 1000 നാവാ. 1000 സലഖൂക്കും, നിങ്ങൾ സഹാബത്തിന് നേരെ അവർ ബഹളം വെക്കും, ഒച്ച വെക്കും. ബി അൽസിനത്തിൻ ഹിദാദിൻ, മൂർച്ചയുള്ള നാവുകൾ കൊണ്ട് ഒച്ച വെക്കും എന്ന് പറഞ്ഞെങ്കിൽ എന്താ? 2 നിലക്ക് അതിനെക്കുറിച്ച് പറയാം. ഒന്ന്, പിന്നെ നമ്മളുള്ളതുകൊണ്ടാണ് ഈ കപടവിശ്വാസികൾ ഏറെക്കുറെ മദീന അവിടുത്തെ ആളുകളല്ലേ, മദീനക്കാരായ ആളുകളാണ് കപടവിശ്വാസികൾ, മുനാഫിക്കുകൾ, മുഹാജിറുകളല്ല. അപ്പം മദീനക്കാരായിട്ടുള്ള കപടവിശ്വാസികൾക്കൊരു ഭാവം ഉണ്ടായിരുന്നു. പിന്നെ സംഭവം ശരിയാണ്, മുഹാജിറുകൾക്ക് ആശ്രിതരാണ്. ആരുടെ ആശ്രിതരാണ്? അൻസാരികളുടെ ആശ്രിതരായിരുന്നു. ശരിയാണ്, മുനാഫിക്കുകളുടെ ആശ്രിതരല്ല. പക്ഷെ പിന്നെ അൻസാരികൾക്ക് ഇത് ഞങ്ങളുടെ സഹോദരങ്ങളാണ് എന്ന ഭാവവും മനസ്ഥിതിയാണ്. പക്ഷെ മുനാഫിക്കുകൾ ഈ അൻസാരികളുടെ ഒപ്പം നിന്നിട്ട് അവരുടെ ഒപ്പം എന്താണ്? ഞങ്ങളാണ് ഇവരെ തീറ്റി പോറ്റുന്നത്, ഞങ്ങളാണ് ഇവരെ നോക്കുന്നത് എന്നുള്ളതാണ്. അതായിരുന്നു മുനാഫിക്കുകളുടെ വാദം. അതുകൊണ്ട് തന്നെ അവർ സഹാബികളോട് പറയും, ബിഅൽസിനത്തിൻ ഹിദാദിൻ, മൂർച്ചയുള്ള അവരുടെ നാവുകൾ കൊണ്ട് അവർ പറയും, ഞങ്ങൾ കാരണത്താലാണ് നിങ്ങൾക്ക് ഇവിടെ സുരക്ഷിതത്വം. പിന്നെ ഇനിയിപ്പോൾ ഒരു ശത്രുവിൻ്റെ ഒരു ആക്രമണം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളാണ് നിങ്ങളെ കാക്കുന്നത് തുടങ്ങിയ വർത്തമാനം. അതല്ലെങ്കിൽ യുദ്ധാർജിത സ്വത്തുക്കൾ വല്ലതും ഉണ്ടെങ്കിൽ അത് കിട്ടാൻ ഞങ്ങളിതിന് അർഹരാണ്. പിന്നെ ഞങ്ങൾ ശരിയാണ്, എപ്പോഴും ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ചില കാരണങ്ങളുള്ളത് കൊണ്ടാണ് നമ്മൾ പോയത്, ഞങ്ങളിതിന് അർഹരാണ് തുടങ്ങിയ രീതിയിൽ. എന്തായാലും ഈ മുനാഫിക്കുകൾ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കും, ഒച്ചയുയർത്തി സംസാരിക്കും എന്നുള്ളതാണ്. എപ്പോൾ യുദ്ധപ്പേടി പോയാൽ, പേടി ഉണ്ടെങ്കിൽ ഇതാണ് അവരുടെ അവസ്ഥ. പേടി പോയിട്ടുണ്ടെങ്കിൽ അവർ 100 നാവിൽ രൂക്ഷമായിട്ട് ഉറക്കനെ സംസാരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഈ കുത്തിപ്പറയലൊക്കെ ആകാം. ശത്രു എന്തിനാണ് മദീനയിലേക്ക് വരുന്നത്? അൻസാരികളെ ഉദ്ദേശിച്ചിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ മദീനക്കാരെ ഉദ്ദേശിച്ചാണ് വരുന്നത്? അല്ല, പിന്നെയോ മുസ്ലിമീങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ. മുസ്ലിമീങ്ങളെ തേടിയല്ലേ വരുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള അവരുടെ സംസാരം, ഈ സലഹ എന്നുള്ളതും ഒക്കെ ആ രീതിയിൽ ഈ തൊലിയുരിക്കണ രീതിയിലുള്ള വർത്തമാനങ്ങൾ, സംസാരങ്ങൾ എന്നുള്ളത് നൽകും അതിന് പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ. എന്തായാലും കപട വിശ്വാസികളുടെ സ്വഭാവം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ച് ഈ ഖന്തഖ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ഉണർത്തുകയാണ്. വീണ്ടും പറയണം, അശിഹത്തൻ അലൽ ഖൈർ, അശിഹത്തൻ അലൽ ഖൈർ. അവർ ഈ സംസാരിക്കുന്നത് അശിഹത്തൻ അലൽ ഖൈർ, ഖൈറിനോടുള്ള അശിഹത്ത് ആയിട്ടാണ് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശം? ഈ ഇതിൽ തന്നെയാണ് ഇത് ഷഹി, ഷുഹിൽ നിന്നാണ്. ഇവിടെയും അശിഹത്തൻ അൽ ഖൈർ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, ഒരു സംഗതി കിട്ടുന്നതിന് മുമ്പ് ഷഹീഹ് എന്ന് പറഞ്ഞാൽ അതിനോട് ആർത്തിയായിരിക്കും, അങ്ങേയറ്റത്തെ ആർത്തി. കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏത് പണിയും നോക്കും. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബഖീലായി, ലുബ്ധനായി. ഇവർ അതാണ് അശിഹത്തൻ അൽ ഖൈർ എന്നാണ്. അൽ ഖൈർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ നന്മകളും ഉദ്ദേശമാകാം. ഇപ്പോൾ ഒരു യുദ്ധമുഖത്താകുമ്പോൾ പല കാര്യങ്ങളുണ്ടല്ലോ. ശരീരം, യുദ്ധത്തിന് ഒരാളുടെ ശരീരം വേണം. അതേപോലെ തന്നെ യുദ്ധത്തിന് ഒരാളുടെ മാല് വേണം, അല്ലേ? അതേപോലെ തന്നെ യുദ്ധത്തിന് ഒരാളുടെ പിന്നെ ഉപദേശം, അല്ലേ? നസീഹത്ത്, ഇങ്ങനെ പലതുണ്ടല്ലോ. ഖൈറായിട്ട് എന്തൊക്കെ ഉണ്ടോ ഇതൊക്കെയും എന്താണ് അവർ പിന്നെ അതിനോട് അവർക്ക് ആർത്തിയാണ് തങ്ങൾക്ക് കിട്ടാൻ. എന്നാൽ കിട്ടിയത് മറ്റുള്ളവർക്ക് വിനിയോഗിക്കല്ലോ, അതിലവർ പിശുക്കരുവാണ്. അശിഹത്തൻ അലൽ ഖൈർ, നന്മകൾ അതിന് നേരെ അശിഹത്തായിട്ട് എന്ന് പറഞ്ഞാൽ നന്മകൾ വല്ലതുണ്ടെങ്കിൽ അത് കിട്ടാൻ അവർ അത്യാർത്തി കാണിക്കും, കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ലുബ്ധരുവാകും. ഇതൊക്കെ ആ യുദ്ധ പശ്ചാത്തലത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ആശയം നമുക്ക് ശരിക്കും വരിക. ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, അതേപോലെ തന്നെ ഉപദേശം കൊണ്ട്, പിന്നെ എന്തൊക്കെ നന്മകളുണ്ട് ആ നന്മകളൊക്കെയും തങ്ങൾക്ക് മാത്രമാക്കി തങ്ങൾക്ക് മാത്രമാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാകട്ടെ മറ്റു സഹാബികൾക്കാകട്ടെ അവർക്കൊക്കെ അത് വിലങ്ങി കൊടുക്കാതെ അല്ല അവരെന്ത് ചെയ്യും? ഈ അവരുടെ മൂർച്ചയേറിയ നാക്കുകൾ കൊണ്ട് അവർ ഒച്ച ഉയർത്തും, ബഹളം വെക്കും എന്നുള്ളതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ മുനാഫിക്കുകളെ ഉദ്ദേശിച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്,
ഉലായിക ലം യുഅ്മിനു ഫഅഹ്ബതല്ലാഹു അഅമാലഹും. ഉലായിക ഈ ടീമിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒപ്പാണ് അവരുള്ളത്. ആ ടീം ഉലായിക് ലം യുഅ്മിനു അവരെന്താ വിശ്വാസികളായിട്ടില്ല, വിശ്വസിച്ചിട്ടില്ല. ഫഅഹ്ബതല്ലാഹു അഅമാലഹും അതിനാൽ അള്ളാഹു അവരുടെ കർമ്മങ്ങളെ അഹ്ബത എന്നാണ് അസാധുവാക്കി, പൊളിച്ചു. ഈ ആളുകളൊക്കെ മസ്ജിദ് നബവിയിൽ നിസ്കരിക്കുന്നവരാണ്. നബി സ്വല്ലല്ലാഹു തങ്ങളുടെ കൂടെ നിസ്കരിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന ആളുകൾ. അവിടെ 1-ാം സഫിലും 2-ാം സഫിലൊക്കെ ഉള്ള ആളുകളാണ്. പിന്നെ ഈ കിടങ്ങ് കുഴിക്കുമ്പോൾ അതിലൊക്കെ അവർ വന്നിട്ടുണ്ട്. കിടങ്ങ് കുഴിക്കുമ്പോൾ അതിന് മേടാനും കുത്താനൊക്കെ അവർ വന്നിട്ടുണ്ട്. അവർക്ക് അമലുകളുണ്ട്. പക്ഷേ ആ അമലുകൾ എന്താ അത് ഈമാൻ്റെ അടിത്തറയിലല്ല. അതുകൊണ്ട് തന്നെ ഫഅഹ്ബതല്ലാഹു അഅമാലഹും അവരുടെ അമലുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അസാധുവാക്കി, പൊളിച്ചു, തകർത്തു. ഹബത വകാന ദാലിക അലല്ലാഹി യസീറ. എന്താ വകാന ദാലിക അതാകുന്നു അലല്ലാഹ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യസീറൻ. യസീർ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരം അല്ലെങ്കിൽ എളുപ്പം. എന്താണ് അത് അള്ളാഹ്ക്ക് എളുപ്പമാണെന്ന് അറിയുമ്പോൾ ഏത് അള്ളാഹ്ക്ക് എളുപ്പം? 2 നിലക്കയിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ വിശ്വസിച്ചിട്ടില്ലാത്തവരുടെ കർമ്മങ്ങൾ അതിനെ അസാധുവാക്കുക, തകർക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് എന്താണ് യസീർ, ഏറെ എളുപ്പമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഈ കപടവിശ്വാസികൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് വളരെ നിസ്സാരമാണ്, അള്ളാഹ്ക്കൊരു പ്രയാസം അതിനായി വരില്ല എന്നുള്ളതാണ്. വകാന ദാലിക് അത് എന്നുള്ളത് കുറച്ച് ഈ മുൻ പറഞ്ഞ ആശയത്തിലേക്ക് അള്ളാഹിനെ തോൽപ്പിക്കാനാണ് കപട വിശ്വാസികൾ ഇത് ചെയ്യുന്നത് എങ്കിൽ വകാന ദാലിക അലല്ലാഹി യസീറ. കപട വിശ്വാസി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണ്, വളരെ യസീറാണ്. ഒരിക്കലും അസീർ പ്രയാസകരല്ല, യസീറാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. നമുക്കൊരു പ്രധാന വിഷയമാണ് യഹ്സബൂനൽ അഹ്സാബ് ലം യദ്ഹബു വഇൻ യഅതിൽ അഹ്സാബു യവദ്ദു ലൗ അന്നഹും ബാദൂന ഫിൽ അഅറാബ് യസ്അലൂന അൻ അംബാഇകും. യഹ്സബൂൻ അവർ വിചാരിക്കുന്നു, അവർ എന്ന് പറഞ്ഞാൽ ഈ മുനാഫിക്കുകൾ അവർ വിചാരിക്കുന്നു, യദുന്നൂൻ ആരെക്കുറിച്ച് വിചാരിക്കുന്നു? അൽ അഹ്സാബ അഹ്സാബിനെ കുറിച്ച് വിചാരിക്കുന്നു. ലം യദ്ഹബു അവർ പോയിട്ടില്ല എന്ന്. അൽ അഹ്സാബ് ലം യദ്ഹബു പോയിട്ടില്ല എന്ന് അവർ വിചാരിക്കുന്നു. അരെ ഈ അഹ്സാബ് ഇതെന്താ? അഹ്സാബ് എന്താ? ആ സഖ്യകക്ഷികൾ ഏതാണ്? അവരാരാ? ജൂതരും മക്കയിലെ മക്കയിലെ ഖുറൈശികളും പിന്നെ ഖത്ഫാനികൾ പിന്നെ ബനു സുലൈം അല്ലേ, ഇങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ. അതേപോലെ തന്നെ ബനു വായിൽ പിന്നെ കുറേ വായിലികളെ കുറിച്ചൊക്കെ പറഞ്ഞു നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ. അഹ്സാബാണ് ഖുറൈശികൾ. ഇപ്പോൾ ബദറിലും ഉഹദിലൊക്കെ മക്കത്തെ മുശ്രിക്കുകൾ മാത്രമാണ് അല്ലേ. ഇതങ്ങനെയല്ല. ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? മക്കത്തെ മുശ്രിക്കുകളോടൊപ്പം പിന്നെ യഹൂദരുണ്ട്, പിന്നെ അറേബ്യൻ ഗോത്രങ്ങൾ അതിൽപ്പെട്ടതാണ് ഇപ്പോൾ ഈ പറയപ്പെട്ട ഖത്ഫാനികൾ, അതേപോലെ തന്നെ പിന്നെ ബനു സുലൈം തുടങ്ങി കുറേ ഗോത്രങ്ങളുണ്ട്. ഹബീഷ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് അഹ്സാബ്. ഈ അഹ്സാബ് ഒരു പോരാട്ടത്തിനപ്പുറം തോറ്റോടിയല്ല ചെയ്യുന്നത്. പിന്നെയോ അവർക്ക് നേരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാറ്റയച്ചു, പേടിയെ അവതരിപ്പിച്ചു. പിന്നെ ആളുകൾ കണ്ടിട്ടില്ലാത്തൊരു സൈന്യത്തെയും അള്ളാഹു അവതരിപ്പിച്ചു. അങ്ങനെ ഇവർ തോറ്റു പോവുക ചെയ്തത് അല്ലേ, പിന്തിരിഞ്ഞോടുക ചെയ്തത്. എന്നിട്ടും മുനാഫിക്കിൻ്റെ അവസ്ഥ എന്താ? യഹ്സബൂൻ ഈ മുനാഫിക്കുകൾ വിചാരിക്കുന്നു അല്ല അഹ്സാബിനെ കുറിച്ച് ലം യദ്ഹബു അവർ പോയിട്ടില്ലെന്ന്. അപ്പം എന്താ പോയിട്ടില്ല എന്ന് അവർ വിചാരിക്കുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും? നടന്മാരറിയും ഈ തട്ടാരൊടുവിലെ മുയലിൻ്റെ മാതിരി. തട്ടാരത്തൊടുവിലെ മുയലിൻ്റെ മാതിരി പറഞ്ഞാൽ തട്ടാർ മുട്ടണീനും മേടണീനനുസരിച്ച് മുയൽ നെട്ടിക്കൊണ്ടിരിക്കുന്നുള്ള അതേപോലെയാണ് അവരുടെ അവസ്ഥ മദീനയിൽ. വഇയത്തിൽ അഹ്സാബു യവദ്ദു ലൗ അന്നഹും ബാദൂന ഫിൽ അറാബ്. വഇയത്തിൽ അഹ്സാബ്, ഇനി അഹ്സാബ് വരികയാണെങ്കിലോ അതാണ് വഇയത്തിൽ അഹ്സാബു. അത വന്നു, യത്തി ഇൻ വന്നുകൊണ്ടാണ് യത്തി യാ കളയപ്പെട്ടത്. വയ്യത്തിൽ അഹ്സാബു നമ്മൾ പറഞ്ഞു സഖ്യകക്ഷികൾ വരികയാണെങ്കിൽ യവദ്ദു ഈ കപടന്മാർ ആഗ്രഹിക്കും, കൊതിക്കും. ലൗ അന്നഹും തീർച്ചയായും അവർ ആയിരുന്നുവെങ്കിൽ എന്ത്? ബാദൂന ഫിൽ ആറാബ് ആറാബികളിൽ ബാദൂൻ എന്ന് പറഞ്ഞാൽ ബതുക്കളായിട്ട് കഴിയുന്നവർ. യസ്അലൂന അൻ അംബാഇകും
യസലൂൻ അവർ ചോദിക്കും അനംബായിക്കും നിങ്ങളുടെ വാർത്തകളെക്കുറിച്ച്. വലൗകാനുഫീക്കും മാ ഖാതലു ഇല്ലാ ഖലീലല്ലേ. തുടർന്ന് അവർ നിങ്ങളുടെ കൂട്ടത്തിലാണെങ്കിൽ മാ ഖാതലു ഇല്ലാ ഖലീല, വളരെ കുറച്ച് അവർ യുദ്ധത്തിൽ പങ്കാളികളാവുകയുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു വിഷയം ഉണ്ടല്ലോ, ഈ ബാദൂന ഫിൽ ആറാബ്, ആറാബികളിൽ അവർ ബാദൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താമസിക്കുന്നവർ എന്ന് നമുക്ക് എങ്കിൽ അതിൻ്റെ അർത്ഥം പറയാം, താമസിക്കുന്നവർ. പക്ഷെ അതിലൊരു ആ പദം നിങ്ങളെ അറിയിക്കുന്നൊരു വിഷയമുണ്ട്. ഈ അൽ ആറാബ് ആരാ? മലയോര പ്രദേശത്തോ മരുഭൂമിയിൽ മലകളില്ലെങ്കിലോ ആറാബ്. ഈ ആറാബികൾ ആര് എന്നത് പിന്നെ നിർണയിക്കുന്നതിൽ വലിയ ചർച്ച കാണാം ഈ അറബികൾക്കിടയിൽ. അറബികൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ അറബിയിൽ ചരിത്ര പണ്ഡിതന്മാരുണ്ടല്ലോ അവർക്കിടയിൽ, ഭാഷാ പണ്ഡിതന്മാർക്കിടയിലും അതേപോലെ ചരിത്ര പണ്ഡിതന്മാർക്ക്. നമ്മൾ ചാനലുകളിൽ ഈ യൂട്യൂബിലൊക്കെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ആറാബ് എന്നതിൽ വലിയ ചർച്ചയാണ്. കാരണം എന്താ? കാരണം എന്തുകൊണ്ടാണ്? ഈ ആറാബിനെ പറയുന്നിടത്തൊക്കെ പിന്നെന്താ പിന്നെ വളരെ പിന്നെ അവരുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നത് വളരെ അധിക്ഷേപിച്ചുകൊണ്ടല്ലേ. കാലത്തിൽ ആറാബു ആമന്ന, ആറാബികൾ പറഞ്ഞു ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അപ്പം അള്ളെന്താ എന്നോട് പ്രതികരിച്ച് കുല്ലം തുമിനു വലാക്കിൻ കൂലു അസ്ലംന അല്ലേ. അതേപോലെ തന്നെ സൂറത്ത് തൗബയിലൊക്കെ ആറാബികളെ കുറിച്ച് പറയുന്നുണ്ട്. അൽ ആറാബു അഷദ്ദു കുഫ്രൻ വ നിഫാഖൻ. അൽ ആറാബ്, ആറാബികൾ അഷദ്ദു കുഫ്രൻ. എന്താ അഷദ്ദു കുഫ്രൻ എന്ന് പറഞ്ഞാൽ കുഫറിനാൽ ഏറ്റവും തീവ്രമായവരാണ്. വ നിഫാഖൻ, കാപട്യം. നിഫാഖും കുഫറും അതിൻ്റെ തീവ്രഭാവത്തിലാണ് ആരിൽ ആറാബികളിൽ എന്നാണ്. ഈ അറാബിലേക്ക് ചേർത്താണ് അൽ ആറാബി. അൽ ആറാബ് എന്നതിലേക്ക് ചേർത്താണ് ആര്? അൽ ആറാബി. ജാ ആറാബിയുൻ, ഒരാറാബി വന്നു. ഇമാം മാലിക് മുവത്തയിൽ, അതേപോലെ എനിക്ക് തോന്നണേ തബ്രാനി മുഅ്ജമിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരാറാബി വന്നിട്ട് ഫകശഫൻ ഔറത്തിഹി എന്നാണ്, ലിയബൂൽ, മസ്ജിദിൽ മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഫകശഫൻ ഔറത്തിഹി എന്നാണ്. ഔറത്ത് ആ വസ്ത്രം പൊക്കി മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ടാണ് മസ്ജിദിൽ വന്നിട്ട്. ആറാബി അതാണ്. ഈ ആറാബിലേക്ക് നിസ്ബ ചെയ്തിട്ടാണ് ആറാബി. സാധാരണ ബഹുവചനത്തിലേക്ക് നിസ്ബ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അതിനെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന് മുഫ്രദാക്കിയിട്ടാണ് പറയുക, ഉപയോഗിക്കുക. പക്ഷെ ചിലപ്പോൾ ഇപ്പോൾ ഈ അൻസാരി എന്നൊക്കെ പറയില്ലേ, അൽ അൻസാരിയു എന്ന് പറയും. അൻസാർ എന്നുള്ളത് ബഹുവചനമാണ്. അതേപോലെ ചിലപ്പോൾ എന്ത് ചെയ്യും, പ്രയോഗിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ബഹുവചനം ഒരു അലം, ഒരു പേരെന്ന പരിഗണനയിൽ എന്ത് ചെയ്യും, അതിലേക്ക് നിസ്ബ ചെയ്യും. അങ്ങനെയാണ് അൽ ആറാബ് എന്ന് പറഞ്ഞാൽ ആറാബാണ്, കുറേ ആളുകളാണ്. പക്ഷെ അൽ ആറാബി എന്ന് പറയുമ്പോഴോ ഒരാളാണ്. അൽ അൻസാരി, അൽ അൻസാർ എന്ന് പറഞ്ഞാൽ എന്താ, കുറേ അൻസാരികളാണ്. അൽ അൻസാരി എന്ന് പറഞ്ഞാലോ ഒരൻസാരിയാണ്, മനസ്സിലായി. അപ്പോൾ അത് പിന്നെ സാധാരണ ഈ ഉണ്ടല്ലോ നിസ്ബ, ഇത് ചേർക്കുമ്പോൾ ബഹുവചനത്തെ ഏകവചനാക്കിയിട്ടാണ് എന്ത് ചെയ്യുക, പ്രയോഗിക്കുക. അൽ മദനി, അൽ മക്കി, അങ്ങനെ പ്രയോഗിക്കുക. പക്ഷെ ചിലപ്പോൾ ഈ ബഹുവചനത്തെ ഒരു അലം എന്ന പരിഗണനയിൽ ഇങ്ങനെ നിസ്ബ ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യാകരണ വശം അല്ലേ. നമ്മുടെ വിഷയം ഈ ആറാബ് ആരാണ്? ആറാബും ബദുക്കളും ബദവികളും അവരും തമ്മിലുള്ള വ്യത്യാസം. അൽ ആറാബും അറബികളും. അറബി ആരാ? അറബി ഭാഷ സംസാരിക്കുന്നവർ, അല്ലെങ്കിൽ പിന്നെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പര, അവരാണ് അറബികൾ. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സൂക്ഷ്മമല്ല. കാരണം എന്താ, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടുന്ന് അറബി പഠിച്ച് ജുർഹും ഗോത്രക്കാരിൽ നിന്നാണ്. ജുർഹും ഗോത്ര ആരാ? ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുമ്പുള്ളവരാണ്. ഇവർ യമനികളാണ്, കഹ്താനികളാണ്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽ പിൽക്കാലക്കാരാണ് അദ്നാനികൾ. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അറബിയല്ല, അസിൽ അറബിയല്ല, അറബി അഭ്യസിച്ചതാണ്, പഠിച്ചത് എവിടുന്നാണ്? അദ്ദേഹത്തിൻ്റെ ഭാര്യ കുടുംബം അവരായിരുന്നു ജുർഹും ഗോത്രം. ജുർഹും ഗോത്രം അവർ യമനികളാണ്. അവർ യമനിൽ നിന്ന് വരുമ്പോഴാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഉമ്മ ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാമയെയും പരിചയപ്പെടുന്നത്. എന്നിട്ട് ജുർഹും ഗോത്രം മക്കയിൽ പാർക്കുന്നത്. ഈ ജുർഹും ഗോത്രത്തിൽ നിന്നാണ് ആര് അറബി പഠിച്ചത്? ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അറബി പഠിച്ചത്. പിന്നെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരകളൊക്കെ അറബികളായിട്ട് അറിയപ്പെട്ടു. അതിന് മുമ്പും ഇവിടെ ഉണ്ട് അറബി ഭാഷ ഉണ്ട്. അപ്പോൾ അറബികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിന്മുറക്കാർ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്.
പിന്നെ അറബി ഭാഷ സംസാരിക്കുന്നവരെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ബഹുവചനമല്ല ഒരിക്കലും ആര് ഈ പറയപ്പെട്ട അറബികൾ ആറാബ് അറബി എന്നതിൻ്റെ ബഹുവചനമല്ല ആറാബ്. അതായത് മനസ്സിലാക്കണം. പിന്നെ ആറാബ് എന്ന് പറഞ്ഞെങ്കിൽ അതൊരു പ്രത്യേകം എന്താണ് ഒരു വകുപ്പാണ്. അതിന് അറബി ഭാഷയായിട്ട് ബന്ധമല്ല. അതുകൊണ്ട് തന്നെ ഈ ആറാബ് ആരാണ്? ഒരു വിഭാഗം പറഞ്ഞു ആറാബ് എന്ന് പറഞ്ഞെങ്കിൽ അവർ ഈ പിന്നെ നാടോടികളായിട്ടുള്ള ഒരു വിഭാഗമാണ്. നാടോടികൾ എന്ന് പറഞ്ഞാൽ എന്താ? അൽ ബദവുർ റുഹൽ എന്ന് പറയും. നാടോടികളായിട്ടുള്ള ബദവികൾ. എന്താ അറബികളുടെ പണ്ട് കാലങ്ങളുടെ അവസ്ഥ? അല്ല അറബികളുടെ അല്ല, അറബികളെന്ന് പറയാം അല്ലേ. അവരുടെ കൂടെ അവരുടെ ആടുകളുണ്ടാവും, അവരുടെ ഒട്ടകങ്ങളുണ്ടാവും, അവരുടെ മാടുകളുണ്ടാവും. അവർക്ക് താമസിക്കാനുള്ള അവരുടെ പിന്നെ ഈ ടെൻറ്റുകളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും, സാമഗ്രികളുണ്ടാവും അല്ലേ. അവരെന്ത് ചെയ്യും? എവിടെയാണോ വെള്ളം, എവിടെയാണോ പുല്ലും പിന്നെ ഇതൊക്കെ ഉള്ളത് അവിടെ എന്ത് ചെയ്യും? അവർ താമസിക്കും. വെള്ളം പറ്റി പുല്ലും മറ്റും ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവരടുത്ത സ്ഥലം തേടി പോകും. അതാണ് അൽ ബദവുർ റുഹൽ എന്ന് പറയുന്നത്. നാടോടികളായിട്ടുള്ള പിന്നെ അറബികൾ, അവരാണ് ഈ പിന്നെ ആറാബ് എന്നാണ് പറയുന്നത്. പിന്നെ ഒരു വിഭാഗം പറഞ്ഞത് ആറാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ബദുക്കളാണ്, ബദവികൾ. ബദവികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഈ ഹാദിറത്തുണ്ട് ബാദിയത്തുണ്ട്. ഹാദിറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടണവാസികൾ, ബാദിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ? ഗ്രാമീണവാസികൾ. ഈ രണ്ടു കൂട്ടരും തമ്മിൽ വ്യത്യാസം. ഈ ഹാദിറത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തുണ്ടാവും? കൂടുതൽ പിന്നെ അറിവുണ്ടാവും, കൂടുതൽ സംസ്കാരങ്ങളായിട്ടുള്ള പരിചയം ഉണ്ടാവും, ആളുകളുമായിട്ട് ഇടപഴകിയിട്ടുള്ളതായ അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ ബാദിയത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് സാഹിർ വന്നില്ല. സാഹിർ വന്നപ്പോൾ മാർക്കറ്റിൽ അടിമയെ പോലെ ആയിരുന്നു ബാദിയത്തിൽ നിന്ന് വന്ന സാഹിർ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാർക്കറ്റിൽ ചെന്നിട്ട് അദ്ദേഹത്തെ അണച്ചു പിടിച്ച് മൈ യശ്തരി അൽ അബ്ദ്, ഈ അടിമയെ ആര് വാങ്ങുമെന്ന് ചോദിക്കുന്നുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ എല്ലാവരും നോക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തെ പിടിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ല സാഹിർ, പിന്നൊന്നും അറിയാതെ പിടിച്ചാണ്. അപ്പോൾ എന്നെ വിടൂ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം കൊതറിനുണ്ട്. പിന്നെ അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ പിന്നെ കുടഞ്ഞൊന്നുമില്ല, വിടാൻ പറയുന്നുമില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അടിമയെ ആര് വാങ്ങുമെന്ന് ചോദിക്കുമ്പോൾ ആളുകളെല്ലാവരും പിന്നെ അദ്ദേഹം നോക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിനോട് അദ്ദേഹം പറയാൻ, റസൂലെ ഇന്ന ആര് വാങ്ങാനാണ്? ഞാൻ ഈ ശാരീരിക പ്രകൃതല്ലേ, എന്നെക്കൊണ്ട് നിങ്ങൾക്ക് ഒരു ലാഭം കിട്ടൂല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ബൽ അൻത ഇൻദല്ലാഹി ഗാലിൻ, താങ്കൾ അള്ളാഹിൻ്റെ അടുക്കൽ വില കൂടിയ ആളാണ്. ലസ്ത ബികാസിദിൻ, ഒരിക്കലും നഷ്ടം ഭവിക്കുന്ന വസ്തുവല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹിൻ്റെ അടുക്കൽ നിങ്ങൾ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സാഹിർ ബാദിയത്തുന വനഹ്നു ഹാദിറുഹു. സാഹിർ നമ്മുടെ ബാദിയത്താണ്. ബാദിയത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാമീണവാസിയാണ്. ഗ്രാമീണതയിൽ നിന്നുള്ള വസ്തുക്കൾ നമുക്ക് കൊണ്ടുവരുന്ന ആളാണ്. നഹ്നു ഹാദിറുഹു, നമ്മൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പട്ടണവാസികളാണ്, നാട്ടിൽ പാർക്കുന്നവരാണ്. അദ്ദേഹത്തിന് നാട്ടിലുള്ള പട്ടണത്തിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ടും സമ്മാനിക്കുന്ന അവസ്ഥയാണ് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഏതായാലും ആളുകളിൽ ഹാദിറത്തുണ്ട് ബാദിയത്തുണ്ട്. ഈ ബാദിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഗ്രാമീണരും ഇങ്ങനെ നാടോടികളല്ല. നാടോടികൾ ആണെങ്കിൽ അവർ ആറാബ്, നാടോടികളല്ലെങ്കിൽ അവർ ബദവികൾ. ഗ്രാമീണതയിലാണ് താമസം, പക്ഷെ അവരവിടെ നിത്യവാസികളാണ്, നിത്യ താമസക്കാരാണ്. അവരാണ് ബദവികൾ. ആറാബികൾ ഇങ്ങനെ നാടോടികൾ. ഈ നാടോടികളായിട്ടുള്ള അറാബികളെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് ഈ സ്വഭാവ ദൂഷ്യം പറയണത് എന്നാണ് ഒരു വിഭാഗം ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്. പക്ഷേ അറാബികളെക്കുറിച്ചും ഈ ബദുക്കളെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളത് എന്താണ്? നിങ്ങൾ അറാബികളിൽ നിന്ന് അറാബികൾ അല്ലെങ്കിൽ ബദവികൾ അവരാണ് ദീനിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അവരെക്കുറിച്ച് ഉണ്ടല്ലോ, അവരിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അവരുടെ സംസ്കാരം, ഭാഷ, അതൊക്കെ സ്വീകരിക്കാൻ പറയുന്നുണ്ടല്ലോ. അത് ബദുക്കൾ എന്നുള്ള നിലക്കും പറയുന്നുണ്ട്, അറാബികളെന്നും പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അറാബികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വിശുദ്ധ ഖുർആനിലൊക്കെ നമ്മൾ അവരുടെ വിശേഷണം പറഞ്ഞില്ലേ, എല്ലാ അറാബികളും അങ്ങനെയാണോ? അതാണ് ഇതിൻ്റെ വിഷയം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ അറാബികളുടെ വിഷയത്തിൽ ചർച്ച വരുന്നത്. ഒരു വിഭാഗം പറഞ്ഞത് ഈ അറാബികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്താണ്, ഈ
പിന്നെ സ്വഭാവദൂഷ്യമുള്ളവരാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഞാൻ ഇതിനു മുമ്പ് എവിടെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഉമ്മു സുംബുലയെക്കുറിച്ച്. ഉമ്മു സുംബുല ആരോ ഉമ്മു സുംബുല? ഉമ്മു സുംബലിൻ്റെ ചരിത്രം പറഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആറാബികളിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കുന്നത്, ഹദിയ സ്വീകരിക്കുന്നത് വിരോധിച്ചിട്ടുണ്ട്. ആറാബികളിൽ നിന്ന് ഹദിയ സ്വീകരിക്കുന്നത് വിരോധിക്കാൻ കാരണം എന്താ? ആറാബികളുടെ ഈ പറഞ്ഞ സ്വഭാവം. ചെറുത് കൊടുത്തിട്ട് വലുത് വാങ്ങുന്നല്ല, പിന്നെ വലുത് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കും. വലുത് വാങ്ങുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവരെന്തിനാ ചെറുത് കൊടുക്കുന്നത്? വലുത് അവിടുന്ന് കിട്ടാനാണ്. വലുത് കിട്ടിയിട്ടില്ലെങ്കിൽ അതാണ് പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആറാബികളിൽ നിന്ന് ഹദിയ വാങ്ങുന്നത് വിരോധിച്ചു. അങ്ങനെയാണ് ഗ്രാമീണതയിൽ നിന്ന് ആര് വരുന്നത്? ഉമ്മു സുംബുല വരുന്നത്. ഉമ്മു സുംബുല പാല് വെറ്റ് വരികയാണ്, റസൂലുള്ളാഹിക്ക് ലബനേറ്റ് വരികയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലില്ല. അപ്പോൾ ഉമ്മു സുംബുല വന്നിട്ട് ഈ ലബന് ആയിഷ റളിയല്ലാഹു തആലാനെ കൊടുത്തപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ് ആറാബികളുടെ ഹദിയ വാങ്ങുന്നത്, താമ് വാങ്ങുന്നത് റസൂലുള്ളാഹി വിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഉമ്മു സുംബുല ഈ പാലേറ്റ് മാറി നിൽക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആലാനെ അവിടെ ഉണ്ട്. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു കയറി വരുന്നത്. അപ്പോൾ ഉമ്മു സുംബുല ഇത് പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ റസൂൽ ചോദിക്കുകയാണ്, മാദാ ഫീ യദികി യാ ഉമ്മ സുംബുല. ഉമ്മ സുംബുല നിങ്ങളെ കയ്യിൽ എന്താ ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ് ലബനുൻ, ഇത് പാലാണ്, ഞാൻ നിങ്ങൾക്ക് ഹദിയായിട്ട് കൊണ്ടുവന്നാണെന്നുള്ളത് പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഉസ്കുബുയ്യ ഉമ്മി സുംബുല. ഉമ്മു സുംബുല എന്നാൽ ആ പാൽ ഒഴിക്കും പറയണം. പാല് തരാൻ പറയണം, ഒഴിച്ച് തരാൻ പറയണം, പാത്രത്തേക്ക് ഒഴിച്ച് തരാൻ പറയണം. അപ്പോൾ ഉമ്മു സുംബുല എന്ത് ചെയ്ത് പാല് പാത്രത്തേക്ക് പറഞ്ഞിട്ട് റസൂലുള്ളാഹി കൊടുത്ത് പറഞ്ഞ് അത് അബൂബക്കർ റളിയല്ലാഹു കൊടുക്കാൻ പറഞ്ഞു. നാവിലി അബൂബക്കറിന് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഉസ്കുബിയ ഉമ്മി സുംബുല വീണ്ടും പാരാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞിട്ട് അടുത്ത പാത്രം കൊടുത്തപ്പോൾ അത് റസൂലുള്ളാഹിക്ക് കൊടുത്തപ്പോൾ റസൂലുള്ളാഹി വാങ്ങിയിട്ട് കുടിച്ച്. അപ്പോൾ ഇതൊക്കെ ആരാ കാണുന്നത്? ആയിഷ റളിയല്ലാഹു തആല ഇത് കാണാൻ. അപ്പോൾ അവർക്ക് ആകെ ഈ ഇടങ്ങേറാകാണ്. അങ്ങനെ ഇത് ആയിഷ റളിയല്ലാഹു തആല പിന്നെ ഉമ്മു സുംബുല അവിടുന്ന് പോയി. പിന്നെ റസൂലെ നിങ്ങൾ പറഞ്ഞില്ല ആറാബികളുടെ ഹദിയ വാങ്ങാൻ പാടില്ല, താം വാങ്ങാൻ പാടില്ല എന്ന്, പിന്നെ നിങ്ങൾ എന്ത് ചെയ്ത് വാങ്ങിയെന്ന് ചോദിച്ചിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ സംസാരിച്ച്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ഉമ്മു സുംബുലയെക്കുറിച്ച്, അവർ ആറാബികളല്ല, അവരാരാണ്? അവർ ബദവികളാണ്. ഹും ബാദിയത്തുന ലൈസു ബിൽ ആറാബ്. അവർ ആറാബികളല്ല, അവർ നമ്മുടെ ബാദിയത്താണെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ ബദവികളാണ്, ആറാബികളല്ല എന്ന് പറയുന്നത്. ബദവികൾ എന്ന് പറഞ്ഞാൽ എന്താ? അവർ നമ്മളെപ്പോലെ മദീനയിൽ താമസിക്കുന്ന ഹാദിറത്തല്ല, പിന്നെ അവരുടെ താമസം മദീനക്ക് പുറത്ത് എവിടെയാണ്? ബാദിയയിലാണ്. പക്ഷെ അവർ ആറാബികളല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് മനസ്സിലായി? ആറാബികളൊരു പ്രത്യേക വകുപ്പാണെന്ന് മനസ്സിലായി. അപ്പോൾ അത് ആരാണ് അവർ? അറബികളിൽപ്പെട്ടവരാണോ, അനറബികളിൽപ്പെട്ടവരാണോ, പിന്നെ ബദവികളിൽപ്പെട്ടവരാണോ? അവിടെ അത് കാരണത്താലുള്ളൊരു ഇത് ഇഷ്കാല്. ചിലർ അതിൽ തീർപ്പാക്കിയത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഈ അറാബ് എന്ന് പറഞ്ഞെങ്കിൽ അതൊരു പ്രത്യേക സ്വഭാവമുള്ള ടീമാണ്. അതിൽ അറബികളുണ്ടാകാം, ബദവികളുണ്ടാകാം, അനറബികളുണ്ടാകാം. പക്ഷെ അവർ എല്ലാവരും നിന്ന് വേർതിരിക്കുന്നത് എന്താണ്? അവരുടെ ഈ സ്വഭാവമാണ്. സ്വഭാവം എന്ന് പറഞ്ഞെങ്കിൽ അവരിൽ ജഹ്ല് മികച്ചു നിൽക്കും. അവർക്ക് എന്തുണ്ടാവില്ല? അവർക്ക് ഈ ആൾക്കൂട്ടത്തിൽ പെരുമാറിയിട്ടുള്ള സൽപെരുമാറ്റങ്ങൾ പലതും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഹദീസിൽ മസ്ജിദ് നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുകയാണ്, സഹാബത്ത് ഇരിക്കുകയാണ്. അവിടെ വന്നിട്ട് ഫകശഫാൻ ഔറത്തിഹി ലിയബൂൽ, ഔറത്ത് വെളിവാക്കി മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് മസ്ജിദ് നബവി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ അത് മൂത്രമൊഴിച്ചത് പറയുന്നുണ്ട്, വെള്ളം ചിന്തിയൊക്കെ പറയില്ലേ ആ സംഭവം. ദുൽ ഹുവൈസിറ അൽ യമാനി എന്ന് പറയുന്ന ഒരു അറാബിയായിരുന്നു ആ വന്നത്. ദഖല അറാബിയുൻ എന്നാണ്, അറാബി പ്രവേശിച്ചു എന്നാണ്. അപ്പോൾ അതാണ് അവരുടെ പ്രത്യേകത. ഇവർ ഒരു പ്രത്യേകം സ്വഭാവമാണ്. അവരിൽ ജഹ്ല് മികച്ചു നിൽക്കും. ജഹ്ല് എന്ന് പറഞ്ഞാൽ വിവരക്കേട്. പിന്നെ അവരുടെ സ്വഭാവം പരുത്ത സ്വഭാവമായിരിക്കും, പരുഷമായിരിക്കും. പിന്നെ ആളുകളോടുള്ള പെരുമാറ്റം ഉണ്ടല്ലോ, അതിൽ അവർക്ക് ഇന്നോടത്ത് ഇന്നത് എന്നുള്ളതൊന്നുമില്ല. ഇപ്പോൾ ഉയൈന ഇബ്നു ഹിസ്ൻ അൽ ഫസാരി അറാബികളിൽപ്പെട്ട ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്ന്, മുജമു തബ്രാനിയിലാണ് ഹദീസ്, മുജമുൽ ഔസത്തിൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ ഇരിക്കുന്നിടത്തേക്കാണ് ഇയാൾ ഈ ഉയൈന ഇബ്നു ഹിസ്ൻ അൽ ഫസാരി വരുന്നത്. അനുവാദം ചോദിച്ചിട്ടില്ല, സലാം പറഞ്ഞിട്ടില്ല. അങ്ങോട്ട് വന്നിട്ട് ചോദിക്കണത്, മൻ ഹാദിഹി അല്ലത്തി തജ്ലിസു ജംബക്, നിങ്ങളടുത്ത് ഇരിക്കണ ഈ പെണ്ണാരാണെന്ന് ചോദിക്കണത്. ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ച്.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഹാദിഹി ആയിഷത്തു, ഇത് ആയിഷയെന്ന് പറയുന്നത്. അപ്പോൾ ഇയാളെന്താ പറയുന്നത്? അയാൾ പറയണത് എന്തല്ല, അതിൻ്റെ പിന്നെ അറബ് പ്രയോഗം കിട്ടില്ല. ഹൽ അൻസിലുലക്ക മൻ ഹുവ ഖൈറും മിൻഹ എന്ന് പറഞ്ഞ് ഇതിനേക്കാൾ നല്ലതൊന്നിനെ ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരാമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അടുത്ത് ഇതിനേക്കാൾ നല്ലത്, ഇവരെക്കാൾ നല്ലതൊന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് അവരെ തരട്ടെ എന്ന് ചോദിക്കുകയാണ്. എങ്ങനെ ഉണ്ടാവും? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറയാണ്, ഇത് ഫസ്റ്റ് ഇതിൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ അനുവാദം ചോദിച്ചിട്ട് കയറി വരണം എന്ന് പറയാണ്. അപ്പോൾ അയാൾ പറയാണ്, ഞാൻ ഒരു മുതർ ഗോത്രക്കാരൻ്റെ അടുക്കലേക്ക് ഇതുവരെ അനുവാദം ചോദിച്ചിട്ട് കയറിയിട്ടില്ല. മുതർ ഗോത്രക്കാരൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹിയാണ്, മുതരിയല്ലേ. മുതർ ഗോത്രക്കാരനായ ഒരു അറബിൻ്റെ അടുക്കലേക്ക് ഞാൻ ഇതുവരെ അനുവാദം ചോദിച്ച് കയറിയിട്ടില്ല. ഇപ്പോൾ നിങ്ങളടുത്തേക്ക് വരുമ്പോൾ ഒരു അനുവാദം ചോദിക്കല എന്നാണ് ഇയാൾ പറയണത്. അറാബികൾപ്പെട്ട ആളാണ് ഈ ഉഹൈന ഇബ്നു ഹിസ്ൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് പിന്നെ മുൽഭൂമിയും ചോദിക്കുന്നുണ്ട്, പിന്നെ മനഹാദാന്ന് ചോദിക്കുന്നുണ്ട്, ഇതാരാണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ കുറിച്ച് പറയാണ്, എന്താണ്, ജാഹിലുൻ മുത്തബഅണ്, കുറേ അനുയായികളുള്ള ഒരു വിവരദോഷിയാണെന്ന് പറയുന്നുണ്ട്. ഒരു അറാബിയിൽപ്പെട്ട ആളാണെങ്കിൽ അയാൾക്ക് എന്തുണ്ട്, ആ ഗ്രാമത്തിലെ ആളുകൾ അയാളെ പിന്നാലുണ്ട്. അതുകൊണ്ടാണ് ഇയാളായിട്ട് പറഞ്ഞയച്ചത്. നേതാവിൻ്റെ കോലം ഇതാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ കോലം എന്തായിരിക്കും? ഭയങ്കര സ്വഭാവം ഇതാണ്. അവരുടെ പ്രത്യേകത മനസ്സിലാക്കാനാണ്. ജഹല് വിവരക്കേട് ഭയങ്കരമാണ്. പിന്നെ ആളുകളോട് പെരുമാറിയിട്ട് ഇന്നതിനോടത്ത് ഇന്നതിനോട് ഇന്നത് ഇങ്ങനത്തതൊന്നും, പിന്നെ ഈ സംസ്കാരത്തിൻ്റെയൊക്കെ പിന്നെ വിഷയത്തിൽ അവർ വളരെ പിന്നിലായി ഇരിക്കും എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. ആറാബ് ഉമർ റളിയല്ലാഹു തആലയുടെ അടുക്കലേക്ക് ഈ ഉഴൈന ഇബ്നു ഹിസ്ൻ അൽ ഫസാരി എന്ന് വരുന്നുണ്ട്. ഈ ആറാബി വരുന്നുണ്ട്. അപ്പോൾ ഉമറിൻ്റെ അടുക്കലേക്ക് അങ്ങനെ നിസ്വാസൽ മാത്രങ്ങളുടെ അടുക്കൽ പാഞ്ഞു വരണ മാതിരി വരാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ ഉഴൈന ഇബ്നു ഹിസ്നിൻ്റെ ഒരു സഹോദരപുത്രൻ അൽ ഹുർ ബിൻ ഖൈസ് എന്ന് പറഞ്ഞ ഒരു ആൾ ഉമറിൻ്റെ അടുക്കലുണ്ട്. ഹുർ ബിൻ ഖൈസ് നല്ല പണ്ഡിതനാണ്, പഠിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് ഉമറിൻ്റെ സദസ്സിൽ ഭയങ്കര സ്വീകാര്യതയാണല്ലോ. അതുകൊണ്ട് തന്നെ ഉഴൈന വന്നിട്ട് പുറത്ത് നിൽക്കുകയാണ്, കയറാൻ പറ്റുന്നില്ല ഉമറിൻ്റെ അടുക്കലേക്ക്. അപ്പോൾ ഹുർ ബിൻ ഖൈസിനോട് പറയേണ്ടി, യബ്ന അഖി ഇസ്തഅ്ദിൻ ലി ഇൻദ ഹദൽ അമീർ, ഈ അമീറിൻ്റെ അടുക്കലേക്ക് ഒന്ന് കയറാനുള്ള ഒരു അനുവാദം ചോദിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹുർ ബിൻ ഖൈസ് എന്ത് ചെയ്യാണ്, ഉമറിനോട് പറയാണ് ഒന്ന് പരിഗണിക്കാൻ. അങ്ങനെ ഈ ഉഴൈന പിന്നെ ഉമറിൻ്റെ അടുക്കലേക്ക് കയറിയിട്ട് പറയുന്നുണ്ടല്ലോ, അവിടെ ചെന്നിട്ട് ഒച്ച ഉണ്ടാക്കലാണ്. ആ ഒച്ച ഉണ്ടാക്കലിന് ഉണ്ടല്ലോ ഹദീസിലെ പ്രയോഗം ഇങ്ങനെയാണ്, ഹീ എന്നാണ് പറയുന്നത്. യബ്ന അൽ ഖത്താബ്, അമീറുൽ മുഅ്മിനീൻ ഉമറാണ്. ഉമറിൻ്റെ ഖിലാഫത്തിൽ ഉമർ അമീറുൽ മുഅ്മിനീനാണ്. അവിടേക്ക് കയറി എന്നിട്ട് പറയുന്നത്, ആദ്യം കയറാൻ പറ്റിയില്ല, പിന്നെ ഇയാളോട് റെക്കമെൻഡ് എടുത്തിട്ടാണ് എന്താണ് പിന്നെ ഹുർ ബിൻ ഖൈസ് സമ്മതം ചോദിച്ചിട്ടാണ് കയറുന്നത്. കയറി വന്നേക്കിന് ഉമറിൻ്റെ അടുത്ത് ആളുകളുണ്ട്, ഉമർ അമീറുൽ മുഅ്മിനീനാണ്. ഇയാൾ ഹീ യബ്ന അൽ ഖത്താബ് ഇബ്നുൽ ഖത്താബ് എന്നിട്ട് വച്ചിട്ട്. അപ്പോൾ ഉമർ ശ്രദ്ധിച്ചിട്ട് എന്താ പറയുന്നത്, ഇന്നക ലാ തുഅതി അൽ ജസൽ വലാ തഹ്കും ബിൽ അദ്ൽ. അത് പറയാനാണ് വന്നത്. താങ്കൾ പാരിതോഷികം നൽകുന്നില്ല, നീതിപൂർവ്വം വിധിക്കുന്നുമില്ല. ഇന്നക ലാ തുഅതിൽ ജസൽ വലാ തഹ്കും ബിൽ അദ്ൽ. ഇത് പറയാനാണ് മുപ്പര് അനുവാദം ചോദിച്ചു വന്നത്. അതിൽ ഉമറിന് ദേഷ്യം വന്ന്, രണ്ട് കാര്യം, അതും ഒരു മര്യാദ കെട്ട രീതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഉമറിന് ദേഷ്യം വന്നു. അപ്പോൾ പിന്നെ ഹുർ ബിൻ ഖൈസിന് മനസ്സിലായി ഉമറിൻ്റെ ദേഷ്യം കണ്ടപ്പോൾ. അപ്പോൾ ഉമറിനോട് ഹുർ ബിൻ ഖൈസ് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ യഖൂലുല്ലാഹു തആല ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ് വഅറിദ് അനിൽ ജാഹിലീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ലേ, ഖുദിൽ അഫ്വ, മാപ്പ് സ്വീകരിക്കാൻ, അതേപോലെ തന്നെ വഅ്മുർ ബിൽ ഉർഫ്, നന്മ കൽപ്പിക്കാൻ, വഅറിദ് അനിൽ ജാഹിലീൻ, ജാഹിലീങ്ങളിൽ നിന്ന് തിരിയാൻ. ഹാദാ മിനൽ ജാഹിലീൻ, ഇത് ജാഹിലീങ്ങളിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞ് ഉമർ ഇങ്ങോട്ട് ദേഷ്യത്തിൽ നിൽക്കുകയാണ്. പക്ഷേ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് റാവി പറയാണ്, കാന വഖാഫൻ ഇൻദ കിതാബില്ല. ഉമർ കാന വഖാഫൻ ഇൻദ കിതാബില്ല. ഒരായത്ത് കേട്ടാൽ അവിടെ നിൽക്കും, പിന്നെ എല്ലാ ദേഷ്യവും അണയും, എല്ലാ പ്രതികാരവാഞ്ചയും ഉമറിൻ്റേത് തണുക്കും ആയത്ത് കേട്ടാൽ. ഈ ആയത്ത് ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅറിദ് അനിൽ ജാഹിലീൻ എന്നുള്ള ആയത്ത് കേട്ടതോടുകൂടി ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ഈ ഉഴൈനക്ക് നേരെ ഒരു പിന്നെ ദേഷ്യം പ്രകടിപ്പിച്ചില്ല, ശിക്ഷിക്കാൻ മുതിർന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഇതാണ് ആറാബി അല്ല ആറാബ്. അപ്പോൾ ഈ ആറാബികൾ എന്ന് പറഞ്ഞെങ്കിൽ ആരാണ്?
അറാബികൾ ഒരിക്കലും ബതുക്കളല്ല, അറാബികൾ ഒരിക്കലും അറബികളല്ല. അറാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിൽ ഈ പറഞ്ഞ ഈ സ്വഭാവ ദൂഷ്യം പറയപ്പെട്ടതായ അറാബികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിൽ ബതുക്കളുണ്ടാകാം, അവരിൽ അറബികളുണ്ടാവാം, അവരിൽ അനറബികളുണ്ടാകാം. പക്ഷെ അവരെ വേർതിരിക്കുന്നത് എന്താണ്? അവരുടെ സ്വഭാവ ദൂഷ്യം, വിവരക്കേട്, സംസ്കാര ദൗർലഭ്യം, ഇതൊക്കെയാണ് അവരെ വേർതിരിക്കുന്നത് എന്നുള്ളതാണ്. അതില്ല എങ്കിൽ പിന്നെ ബതുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വളർന്നത് ബാദിയിലാണ്, ബതുക്കളിലാണ് വളർന്നത്. എന്തിനാണ് ബതുക്കളിൽ വളരുന്നത്? നല്ല ഭാഷ പഠിക്കാനാണ്. ബതുക്കളിൽ വളരുന്നത് എന്തിനാ? നല്ല പിന്നെ വായു ശ്വസിച്ച് നല്ല ആരോഗ്യത്തിൽ വളരാനാണ്. ബതുക്കളുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിഷയം നമുക്ക് ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ഒരു തുടർച്ച പറയാൻ ഇതിനില്ല. ഈ ബാദൂന ഫിൽ അറാബി യസ്അലൂന അൻ അൻബാഇക്കും ബാക്കിയുള്ളതും ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം ഇതിനില്ല. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.